ഹലോ, അപ്പോൾ നമുക്കിന്ന് കോളിഫ്ലവർ വെച്ചിട്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാം. സോ ടുഡേ വി മേക്ക് കോളിഫ്ലവർ കടായി. അതിനായിട്ട് നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗളിൽ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ എന്നിവ ചേർത്ത് മിക്സാക്കി വെച്ച മസാലയിലേക്ക് ഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ക്ലീൻ ആക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ മസാല പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാവുന്ന ടൈമിൽ ഫ്ലവർ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവർ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി കോളിഫ്ലവർ കടായിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ സവാള ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് സവാള വഴണ്ടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുപോലെ കറികൾക്കൊക്കെ നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് സോയ സോസ്, ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ കുക്കായി വരുന്ന ടൈമിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇനി മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോളിഫ്ലവർ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്.